വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഇസ് ടു വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ് ഇൻ ദുബായ്, വിച്ച് ഇസ് ദി ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ സീസൺ 29 ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഒക്ടോബർ 16 ഓപ്പൺ ആയത്. അപ്പോൾ ഞങ്ങളിപ്പം ഒരു ഫ്രൈഡേ ഈവനിങ് ആണ് പോകുന്നത്. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ നിങ്ങൾ പോവുകയാണെങ്കിൽ ടിക്കറ്റ് പ്രൈസ് ഇസ് 30 dirhams ആൻഡ് സൺഡേ ടു തേഴ്സ്ഡേ ഇറ്റ്സ് 25 dirhams. ഗ്ലോബൽ വില്ലേജിന്റെ ഓൾറെഡി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പവലിയൻസ് ഒന്നും കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് വാട്ട് വി ഡു ഇൻ ഗ്ലോബൽ വില്ലേജ് ദിസ് ഇയർ ഇസ് വാട്ട് ഐം ഗോണ ഷോ യു. സോ നമുക്കിനി ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ട് കാണാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി എ പാർട്ട് ഓഫ് എ ഫാമിലി. ഞങ്ങളൊരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഗ്ലോബൽ വില്ലേജ് എത്തുന്നത്. ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ അത്രയും ഒരു എന്താ പറയുക ക്രൗഡ് പ്രതീക്ഷിച്ചില്ല, ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ റിക്ഷാസ് അവൈലബിൾ ആണ് പാർക്കിംഗ് മുതൽ മെയിൻ എൻട്രൻസ് വരെ കൊണ്ടുപോകാൻ. സോ നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നിതിൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ്സ് കിട്ടിയിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാ നമ്മുടെ എൻട്രി ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഗ്ലോബൽ വില്ലേജിൽ ഒരു ഗ്ലോബൽ വില്ലേജ് പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും, നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് പോലെ തന്നെ. പക്ഷെ നമ്മൾ ഓരോ പാവലിയനിൽ കയറുമ്പോഴും അതിൽ സ്റ്റാമ്പ് ചെയ്ത് മേടിക്കാം എന്നൊക്കെ കേട്ടിട്ട് അത് വാങ്ങണം എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്നോട് മറന്നുപോയി. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇസ്താൻബുളിൻ്റെ പാവലിയനിൽ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് ബ്രേസ്ലെറ്റ്സും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോട്ട് ചിപ്സ് പറഞ്ഞ ഈ ഒരു സ്റ്റോളിൽ പോയിട്ട് സ്പൈറൽ പൊട്ടറ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വേറെ ഐറ്റം കോൺ ചീസ് ഹോട്ട് ഡോഗ്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് എൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചീസ് പീൽ പാസ്ത എന്ന് പറയുന്നൊരു സ്റ്റോളിലേക്കാണ്. അവിടെ ഇതാ ഈ കാണുന്ന പോലത്തെ ഒരു ബാരലിലാണ് അവർ പാസ്തേനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മേലെ നിന്ന് ചീസൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടാണ് പാസ്തയും സോസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് വൈറ്റ് സോസ് ഓർ പിങ്ക് സോസ് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടോപ്പിംഗ്സ് ആയിട്ട് ബ്രോക്കലി, ചിക്കൻ, മഷ്റൂം എല്ലാം ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് എക്സ്ട്രാ പ്രൈസ് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു പിങ്ക് സോസ് പാസ്തയാണ് എടുത്തത്, ചീസ് പീൽ പാസ്ത എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോളിൽ നിന്നും. ഇതിന് വരുന്നത് 35 dirhams ആണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അതിന് ടോപ്പിംഗ്സ് ആയിട്ട് ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആളൊഴിഞ്ഞൊരു സ്ഥലം നോക്കി പോയിരുന്നു, അത് കഴിച്ചു. അതിനുശേഷം നേരെ ഡൈനമൈറ്റ് ഷ്രിംപ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോളിൽ പോയിട്ട് ഡൈനമൈറ്റ് ഷ്രിംപ്സ് ട്രൈ ചെയ്തു. ഇതിനും 35 dirhams ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ദാറ്റ് വാസ് നോട്ട് വർത്ത് ഇറ്റ്, ബിക്കോസ് 35 dirhams ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അങ്ങനെ തോന്നിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു തായ് ഫ്രൂട്ട്സിൻ്റെ സ്റ്റോളിൽ കയറിയിട്ട് അവിടെ നിന്ന് റെഡ് മാംഗോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയാണ്, നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റോൾ കാണും, അവിടെ നിന്ന് വാങ്ങാം കേട്ടോ. ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ ഓൾറെഡി വയറ് ഫുള്ളായി. അപ്പോൾ പിന്നെ വേറെ ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമുക്കിനി വേണമെങ്കിൽ അടുത്തൊരു വരവിന് വീണ്ടും ട്രൈ ചെയ്യാം. ഇന്നത്തെ ഗ്ലോബൽ വില്ലേജ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയൊക്കെ ദുബായിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, എക്സിബിഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഇതുപോലെ എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ സീസൺ 29 ഓഫ് ഗ്ലോബൽ വില്ലേജ് നിങ്ങളും പോയി വിസിറ്റ് ചെയ്യൂ. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.